നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി കുണ്ടായി ചക്കിപ്പറമ്പിൽ കാട്ടാനകൾ വൈദ്യുതി ലൈനുകൾ നശിപ്പിച്ചു. മേഖലയിൽ വൈദ്യുതി മുടങ്ങി. മാളയിൽ ബൈക്ക് മരത്തിലിടിച്ച് 2 യുവാക്കൾ മരിച്ചു. മരിച്ചത് ചാലക്കുടി സ്വദേശികൾ. നടത്തറയിൽ ലോറിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായ സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പാലപ്പിള്ളി കുണ്ടായി ചക്കിപ്പറമ്പിൽ കാട്ടാനകൾ വൈദ്യുതി ലൈനുകൾ നശിപ്പിച്ചു. മേഖലയിൽ വൈദ്യുതി മുടങ്ങി. തൊഴിലാളികൾ താമസിക്കുന്ന പാടിക്ക് സമീപമായിരുന്നു കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം. വെള്ളിയാഴ്ച പുലർച്ചെയാണ് കാട്ടാനക്കൂട്ടം പാടിക്ക് സമീപം ഭീതി പരത്തിയത്. വൈദ്യുതി പോസ്റ്റുകളിലെ സർവീസ് വയറുകൾ പൊട്ടിച്ച നിലയിലാണ്. കൂടാതെ വാഴകളും മറ്റു കാർഷിക വിളകളും പിഴുതെറിഞ്ഞു. സർവീസ് വയറുകൾ നശിപ്പിച്ചതോടെ മേഖലയിലെ വൈദ്യുതി ബന്ധവും താറുമാറായി. കാൽപാദം അറ്റുവീഴാറായ നിലയിൽ മുറിവേറ്റലയുന്ന കാട്ടാനയെ വെള്ളിക്കുളങ്ങര ചൊക്കരയിൽ കണ്ടെത്തി. 4 ദിവസം മുൻപ് ചാലക്കുടി വനം ഡിവിഷനിലെ പരിയാരം റേഞ്ച് ചായ്പൻകുടി സ്റ്റേഷൻ പരിധിയിൽ നിന്ന് ആനയുടെ കാൽപാദങ്ങൾ വനം വകുപ്പിന് ലഭിച്ചിരുന്നു. വ്യാഴാഴ്ച പരിക്കേറ്റ ആനയെ കണ്ടത് മുപ്പിളിയം സ്റ്റേഷൻ പരിധിയിലാണ്. വിറകെടുക്കാൻ വനത്തിൽ പോയ ആദിവാസികളാണ് പരിക്കേറ്റ് അവശനിലയിൽ ആനയെ കണ്ടെത്തിയത്. 2 ദിവസം മുൻപ് ചായ്പൻകുടി സ്റ്റേഷൻ പരിധിയിലെ കാരിക്കടവ് ഭാഗത്തു നിന്നാണ് ആനയുടെ 2 കാൽപാദങ്ങൾ ലഭിച്ചത്. തുടർന്ന് വനം ജീവനക്കാർ ആനയെ തെരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. ഏകദേശം 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള കൊമ്പനാണ് മുറിവേറ്റ നിലയിൽ അലയുന്നത്. ആന തീറ്റിയെടുക്കുന്നുണ്ടെങ്കിലും അവശനിലയിലാണ്. കാരിക്കടവ് വനത്തിൽ നിന്ന് ലഭിച്ച പാദങ്ങൾ ഈ ആനയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. കൊമ്പന്റെ പിൻകാലിലെ പാദം അടർന്ന് തൂങ്ങിയാടുന്ന അവസ്ഥയിലാണ്. പന്നി തുടങ്ങിയ കാട്ടുമൃഗങ്ങളെ പിടിക്കാൻ വെച്ച പടക്കം പൊട്ടിത്തെറിച്ചതാണ് പരിക്കിന് കാരണമെന്നും നാട്ടുകാർ പറയുന്നു. മാളയിൽ ബൈക്ക് മരത്തിലിടിച്ച് ബന്ധുക്കളായ 2 പേർ മരിച്ചു. മാള അണ്ണല്ലൂരിൽ വ്യാഴാഴ്ച രാത്രി 11:30യോടെയായിരുന്നു അപകടം. നിയന്ത്രണം തെറ്റിയ ബൈക്ക് റോഡരികിലെ മരത്തിലിടിച്ചാണ് അപകടം. ചാലക്കുടി കൂർക്കമറ്റം സ്വദേശികളായ പടിഞ്ഞാക്കര വീട്ടിൽ 19 വയസ്സുള്ള നീൽ ഷാജു, 19 വയസ്സുള്ള അലൻ ഷാജു എന്നിവരാണ് മരിച്ചത്. ദേശീയപാത നടത്തറയിൽ ലോറിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായ സംഭവത്തിൽ 5 പേരെ ഒല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. മണ്ണൂത്തി സ്വദേശികളായ കടയാം വീട്ടിൽ പ്രദീപ്, മുത്താരക്കുന്ന് വീട്ടിൽ ഹസീബ്, അങ്കമാലി സ്വദേശി പറക്കാപ്പറമ്പിൽ വീട്ടിൽ അഖിൽ, തമിഴ്നാട് സ്വദേശി ജയമുരുകൻ, നടത്തറ സ്വദേശി തിരിപ്പാക്കൽ സുനിൽകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. കോടതിയിൽ ഹാജരാക്കിയ 5 പേരെയും റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാവിലെ 9:30ഓടെയാണ് നടത്തറ പെട്രോൾ പമ്പിന് എതിർവശത്തുള്ള സർവീസ് റോഡിൽ പാർക്ക് ചെയ്ത പടക്കം കയറ്റിയ കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചത്. സമീപത്തെ നോവ പാഴ്സൽ സർവീസിലേക്ക് ശിവകാശിയിലെ പടക്കവുമായി കോയമ്പത്തൂരിൽ നിന്നും എത്തിയതാണ് വാഹനം. കണ്ടെയ്നർ ലോറിയിൽ നിന്നും പടക്കം ചില്ലറ വിൽപ്പനയ്ക്കായി മറ്റൊരു പിക്കപ്പ് വാനിലേക്ക് മാറ്റി കയറ്റുന്നതിനിടെയാണ് തീപിടുത്തമുണ്ടായത്. സംഭവത്തിൽ അനുമതിയില്ലാതെ വാഹനത്തിൽ പടക്കം കടത്തിയതിനാണ് സംഘം അറസ്റ്റിലായത്. മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി തരുൺ മഹേഷും സഹപാഠിയായ CS ആര്യനും ലിറ്റിൽ കൈറ്റ് സംഘങ്ങളും ചേർന്ന് തയ്യാറാക്കിയ അറ്റൻഡൻസ് റീഡർ ശ്രദ്ധേയമാകുന്നു. പിക്ടോബ്ലോക്സിലെ ബ്ലോക്ക് പ്രോഗ്രാമിംഗ് കോഡുകൾ ഉപയോഗിച്ചാണ് അറ്റൻഡൻസ് റീഡർ നിർമ്മിച്ചത്. പിക്ടോബ്ലോക്സിലെ എക്സ്റ്റൻഷൻ കൺട്രോളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡാറ്റ ലോഗർ, QR കോഡ് സ്കാനർ എന്നിവ ഉപയോഗിച്ചാണ് കുട്ടികൾ ഈ സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ആദ്യപടി എന്നോണം 9ാം ക്ലാസ് A ഡിവിഷനിലെ വിദ്യാർത്ഥികൾക്കാണ് ID കാർഡിൽ പതിച്ചിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ കഴിയുക. തീയതി, സമയം എന്നീ വിവരങ്ങൾ അറിയാനും ഈ റീഡറിലൂടെ സാധിക്കും. സ്കാൻ യുവർ കാർഡ് എന്ന സന്ദേശം സ്ക്രീനിൽ തെളിയുന്നതോടെയാണ് റീഡറിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. തുടർന്ന് ID കാർഡിലെ QR കോഡ് സ്കാൻ ചെയ്താൽ കുട്ടിയുടെ പേരിനോടൊപ്പം അറ്റൻഡൻസ് മാർക്ക്ഡ് എന്ന സന്ദേശം ലഭിക്കും. വിവരങ്ങൾ ഡാറ്റ ലോഗർ ഫോൾഡറിൽ സേവ് ചെയ്യാനും കഴിയും. ആവശ്യമുള്ളപ്പോൾ ഈ ഫോൾഡറിൽ നിന്ന് കുട്ടിയുടെ വിവരങ്ങൾ ശേഖരിക്കാവുന്നതാണ്.
സംസ്ഥാന തലത്തിൽ തന്നെ പഠന പാഠ്യേതര രംഗത്ത് ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിട്ടുള്ള മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ ഒരു ശാസ്ത്ര പ്രതിഭയാണ് തരുൺ മഹേഷ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നേരത്തെ ബഹിരാകാശ സഞ്ചാരിയായിട്ടുള്ള ശുഭാംശു ശുക്ലയുമായി സംവദിക്കാൻ കഴിഞ്ഞ തരുൺ മഹേഷ് ഇപ്പോൾ ഒരു പുതിയ നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അറ്റൻഡൻസ് റീഡർ എന്ന് പറയുന്ന ഒരു ശ്രദ്ധേയമായ ഒരു നേട്ടമാണ് തരുൺ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനം അത് എങ്ങനെയാണെന്നുള്ളത് തരുൺ തന്നെ നമുക്ക് വിശദീകരിച്ച് നൽകും. അപ്പോൾ ഞങ്ങൾ പിക്ടോൾവർക്സ് എന്ന പേരുള്ള സോഫ്റ്റ്വെയറിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിനായി ഞങ്ങൾ 2 എക്സ്റ്റൻഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഒന്ന് QR കോഡ് സ്കാനറും ഒന്ന് ഡാറ്റ ലോഗറും. QR കോഡ് സ്കാനർ QR കോഡ് സ്കാൻ ചെയ്യാനും ഡാറ്റ ലോഗർ ഡാറ്റ സേവ് ചെയ്യാനും. ഇപ്പോൾ ഇതിൽ നമ്മൾ ID കാർഡിൻ്റെ ബാക്കിലായിട്ട് ഒരു QR കോഡ് പ്രിന്റ് എടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ സ്കാൻ ചെയ്യുമ്പോൾ എൻ്റെ പേര് ഇവിടെ രേഖപ്പെടുകയും ചെയ്യും. ഈ ഡാറ്റ നമുക്ക് പിന്നീടായി നമ്മുടെ ഫയൽസിലെ ഡോക്യുമെന്റ്സിൽ പിക്ടോൾവർക്സ് എന്നൊരു ഫോൾഡർ ഉണ്ടാവും. അതിൽ ഡാറ്റ ലോഗർ എക്സ്റ്റൻഷൻ്റെ ഫോൾഡർ ഉണ്ടാവും. അതിലായി മാർക്ക് അറ്റൻഡൻസ് .csv എന്ന പേരിലുള്ളൊരു ഫയലിൽ സേവ്ഡ് ആയിരിക്കും. കോൾഡേ എൻ്റെ പേര് തരുൺ മഹേഷ് എന്ന് പറഞ്ഞ് ഇവിടെ സേവ്ഡ് ആണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞങ്ങൾ ഡെമോ എന്ന പേരിൽ 22 പേരുടെ ഡാറ്റ മാത്രം സേവ് ചെയ്യാൻ ഇതിനിപ്പോൾ ശേഷിയുള്ളൂ. എന്നാൽ ഇത് ഞങ്ങൾ ടീച്ചർമാർക്ക് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് താല്പര്യം തോന്നിയിട്ടുണ്ട്. ഇത് HMനോട് ചോദിച്ചപ്പോൾ ഇത് സ്കൂൾ മുഴുവൻ വ്യാപിക്കാം, ഈ ഐഡിയ സ്കൂൾ മൊത്തം അറ്റൻഡൻസ് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. 1 മുതൽ 10 വരെ 35 ഡിവിഷനുകളിലായി 1050 കുട്ടികൾ പഠിക്കുന്ന മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്രോ ബാഗ് കൃഷി, ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി റോബോട്ടിക് എക്സ്പോ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് ഈ വർഷം നടപ്പിലാക്കിയത്. ജില്ലയിൽ പഠന പാഠ്യേതര രംഗത്ത് മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂൾ സംസ്ഥാന തലത്തിലും ശ്രദ്ധേയമായ ഒരുപാട് പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സ്കൂൾ ലീഡർ കൂടിയായ തരുൺ മഹേഷ് നേരത്തെ ബഹിരാകാശ സഞ്ചാരി ശുഭാംശു ശുക്ലയുമായി സംവദിച്ച് ശ്രദ്ധേയനായ പ്രതിഭയാണ്. പ്രധാന അധ്യാപകൻ തോമസ് KJ, ലിറ്റിൽ കൈറ്റ്സ് മെന്റർമാരായ പ്രിൻസി EP, ഫ്രാൻസിസ് തോമസ് P എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സ്നേഹമുള്ളവരെ, മാതാ ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിനെ പറ്റി വളരെയധികം അഭിമാനത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുക. 3 വർഷമായിട്ട് 120 കുട്ടികളാണ് ഇവിടെ ഉള്ളത്. കുറച്ച് കൊല്ലങ്ങളായിട്ട് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും മികച്ച ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് കുട്ടികളുടെയും അതോടൊപ്പം തന്നെ അവർക്ക് പ്രോത്സാഹനം നൽകുന്ന അധ്യാപകരുടെയും നേട്ടമായിട്ട് ഞങ്ങൾ കാണുന്നു. ഇക്കൊല്ലത്തെ തനത് പ്രവർത്തനങ്ങളിൽപ്പെട്ടത് സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള ID കാർഡ് നമ്മുടെ മാതാ ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികളാണ് ഉണ്ടാക്കിയത്. അതിനെ തുടർന്ന് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടുള്ള നമ്മുടെ ഈ അറ്റൻഡൻസ് റീഡർ കുട്ടികൾ ഉണ്ടാക്കിയേക്കുന്നത്. അത് ഉണ്ടാക്കിയത് തരുൺ മഹേഷാണ്, നമ്മുടെ സ്കൂൾ ലീഡറാണ്. തരുൺ മഹേഷ് തന്നെയാണ് നമ്മുടെ കഴിഞ്ഞ കൊല്ലം ശുഭാംശു ശുക്ലയുമായിട്ട് സ്കൂളിൽ നിന്ന് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ അവസരം കിട്ടിയ 10 കുട്ടികളിൽ ഒരു കുട്ടി. അപ്പോൾ സ്കൂളിൻ്റെ മൊത്തം പരിപാടികളിൽ ഈ കുട്ടികൾ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രവർത്തനമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ ഗ്രോ ബാഗ് 125 ഗ്രോ ബാഗ് കൃഷി, കോളിഫ്ലവറും പിന്നെ കാബേജും കൃഷി ചെയ്യുന്നുണ്ട്. അതിവരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. കൊടകര BRCയുടെ കീഴിലുള്ള സമീപത്തെ സ്കൂളിൽ നിന്ന് വന്ന ഭിന്നശേഷി കുട്ടികൾ 25ഓളം കുട്ടികൾ വന്നു. ആ കുട്ടികൾക്ക് ഒരു എക്സ്പോ ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടു. ആ എക്സ്പോയിലൂടെ നമ്മുടെ കുട്ടികൾക്ക് നൂതന സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തി കൊടുത്തു, വിവിധങ്ങളായിട്ടുള്ളത്. അത് ഒക്കെ സൃഷ്ടിക്കപ്പെട്ടത് നമ്മുടെ ലിറ്റിൽ കൈറ്റ്സ് കുട്ടികൾ തന്നെയാണ് അതൊക്കെ ഉണ്ടാക്കിയത്. മഹേഷ് ഇപ്പം ഉണ്ടാക്കിയ ഈ അറ്റൻഡൻസ് റീഡർ 9A വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ടാണ് ഈ കൊല്ലം പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അവർ അനുവാദം ചോദിച്ചിട്ടുണ്ട്. അടുത്ത കൊല്ലം നമ്മുടെ മൊത്തം ക്ലാസ്സുകൾ 35 ഡിവിഷൻ ഉണ്ട് ഇവിടെ, എല്ലാ ക്ലാസ്സുകളിലേക്കും ഇത് വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മൊത്തം ഇതിൽ നിന്ന് ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് മറ്റ് സ്കൂളുകാരും ഇത് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ ഹൃദയത്തിലായിട്ടുണ്ട്.
ഏതായാലും വളരെ സന്തോഷത്തോടെയും അഭിമാനത്തോടും കൂടിയിട്ട് ഈ ലിറ്റി ഗൈഡ്സ് യൂണിറ്റിലെ എല്ലാ വിദ്യാർത്ഥികളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. തരുൺ മഹേഷിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർക്ക് പ്രോത്സാഹനം നൽകുന്ന ലിറ്റി ഗൈഡ്സിൻ്റെ മാസ്റ്റേഴ്സ് ട്രെയിനീസ് ആയിട്ടുള്ള ഫ്രാൻസിസ് തോമസ് മാസ്റ്ററെയും പ്രിൻസിപ്പി ടീച്ചറെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. AI അടക്കം സാങ്കേതിക വിദ്യകൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ സജ്ജീകരിച്ചെടുത്ത ഈ ഒരു അറ്റൻഡൻസ് റീഡർ എന്ന സംവിധാനം സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമാവുകയാണ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ മാത്രം സജ്ജീകരിച്ച ഈ സംവിധാനം അടുത്ത അധ്യയന വർഷം മുതൽ സ്കൂളിലെ എല്ലാ ക്ലാസ്സുകളിലേക്കും സജ്ജമാക്കാനാണ് കുട്ടികളുടെ തീരുമാനം. ഇതിന് അധ്യാപകർ നൽകുന്ന പിന്തുണയും വലുതാണ്. ഇത് സംസ്ഥാന തലത്തിൽ തന്നെ മറ്റ് സ്കൂളുകൾക്ക് മാതൃകയാക്കാവുന്ന ഒരു നേട്ടമാണ്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കല്ലൂർ സെന്റ് റാഫേൽസ് പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച മെഗാ പ്രദർശനമായ ഇൻസ്പിര 2026 ശ്രദ്ധേയമായി. കല്ലൂർ സെന്റ് റാഫേൽസ് പബ്ലിക് സ്കൂളിൽ വിദ്യാർത്ഥികളുടെ വിജ്ഞാനവും സൃഷ്ടിപരതയും വളർത്തുന്നതിനായി ഒരുക്കിയ ഇന്റർ സ്കൂൾ എക്സിബിഷൻ ഇൻസ്പിര 2026 ഇന്റർ സ്കൂൾ ക്വിസ് മത്സരമായ റാഫ ക്വിസത്തോൺ 2026 പരിപാടികളുടെ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോയ് അധ്യക്ഷത വഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ്, പഞ്ചായത്ത് അംഗം സൈമൺ നമ്പാടൻ, സിസ്റ്റർ അൽഫോൺസ് മരിയ, സ്റ്റാഫ് സെക്രട്ടറി ജ്യോതിസ്, അധ്യാപിക മോണിക്ക തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരതയും ശാസ്ത്രീയ ചിന്തയും നവീന ആശയങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഇൻസ്പിര 2026 ശാസ്ത്രം, ഗണിത, റോബോട്ടിക്സ് ആൻഡ് AI ഭാഷകൾ, ചരിത്രം, പരിസ്ഥിതി, ഗെയിംസ് ആൻഡ് പസിലുകൾ, കിഡ് വേൾഡ്, ഫുഡ് ഫെസ്റ്റ്, ബുക്ക് വെയർ, മൊബൈൽ പ്ലാനറ്റേറിയം എന്നിവ ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിലായി വിദ്യാർത്ഥികൾ ഒരുക്കിയ മോഡലുകളും പ്രദർശനങ്ങളും വ്യത്യസ്ത കാഴ്ചയായി. ഇന്റർ സ്കൂൾ ക്വിസ് മത്സരമായ റാഫ ക്വിസാത്തോൺ 2026 വിദ്യാർത്ഥികളുടെ അറിവും മത്സര മനോഭാവവും പ്രകടമാക്കുന്ന വേദിയായി. എക്സിബിഷൻ കാണാൻ KK രാമചന്ദ്രൻ MLA എത്തിയിരുന്നു. കുട്ടികളുടെ പുത്തൻ പരീക്ഷണങ്ങൾക്ക് MLA അഭിനന്ദിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കല്ലൂർ സെന്റ് റാഫേൽ പബ്ലിക് സ്കൂളിലാണ് ഇപ്പോൾ ഇവിടെ ഒരു മെഗാ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയതാണ്. സയൻസ് മെഗാ എക്സിബിഷൻ വളരെ മനോഹരമായ രീതിയിൽ വലിയൊരു സംഭവമാക്കി കുട്ടികൾ മാറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ ഓരോ ക്ലാസ് റൂമുകളിലും ശാസ്ത്രത്തിൻ്റെ പിൻബലത്തോടു കൂടി ഇന്ന് നമ്മുടെ സമൂഹം നേടിയിട്ടുള്ള, മനുഷ്യ സമൂഹം നേടിയിട്ടുള്ള നേട്ടങ്ങൾ, അതുപോലെ തന്നെ പുതിയ AI സംവിധാനങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിനോടനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഒരുക്കിയിട്ടുള്ള നമ്മുടെ പഴയകാലത്തെ പരമ്പരാഗത നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള കാർഷിക മേഖല, ഇലക്ട്രിസിറ്റി മേഖല, അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലയിലും നമ്മുടെ സാമൂഹിക പുരോഗതിയിലൊക്കെ പങ്കുവഹിച്ച വ്യക്തികൾ, അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെ എല്ലാ നിലയിലും ഒരു മികച്ച മെഗാ സയൻസ് എക്സിബിഷനാണ് ഇവിടെ സെന്റ് റാഫേൽ പബ്ലിക് സ്കൂൾ മാനേജ്മെൻറ്റും കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ചേർന്ന് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇത് കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവയ്ക്കുന്നു. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലും വന്ന് ഞങ്ങളെല്ലാം കാണുകയുണ്ടായി, എല്ലാവരും ചേർന്ന് കാണുകയുണ്ടായി. വളരെ സന്തോഷം. നേരത്തെ ഒന്നായിട്ട് അതിന്റെ വളർച്ച നമുക്ക് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത വിധത്തിൽ ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. നമ്മുടെ മാധ്യമങ്ങൾ, മൊബൈൽ ഫോൺ, അതുപോലെ അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ വളർച്ച അത്ഭുതാത്മകമാണ്. ഇന്ന് നാം നേരിടുന്ന യുദ്ധത്തിന്റെ ഭീതി പോലും സാങ്കേതിക വിദ്യകളുടെ ഒരു പുതിയ തലങ്ങളിലേക്ക്, ഡ്രോണുകളുടെ തലങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എങ്ങനെ ലോകം കീഴടക്കാം, എങ്ങനെ വിജയിക്കാം എന്നതിനെ കുറിച്ച് ഇന്ന് നമ്മൾ ഈ സയൻസ് എക്സിബിഷൻ നടത്തുമ്പോൾ നമ്മുടെ സ്കൂളിന്റെ ചരിത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്.
കണ്ടതല്ല കേൾക്കുന്നത്. With profound joy and deep respect, I extend a warm and gracious welcome to all of you to INSPIRA 2026, the mega exhibition hosted by St. Raphael's Public School, Kallur. Today marks a significant milestone in our academic journey. As we gather കല്ലൂർ സെന്റ് റാഫേൽസ് പബ്ലിക് സ്കൂളിൽ സംഘടിപ്പിച്ച ഇന്റർ സ്കൂൾ ക്വിസ് മത്സരമായ റാഫ ക്വിസത്തോണിൽ 2ാം സ്ഥാനം നേടി തലോർ ഇൻഫന്റ് ജീസസ് അക്കാദമി സ്കൂൾ. സ്കൂളിനെ പ്രതിനിധീകരിച്ച് 7ാം ക്ലാസ് വിദ്യാർത്ഥിനി കൃഷ്ണവേണി എം പ്രശാന്ത്, 6ാം ക്ലാസ് വിദ്യാർത്ഥി ജോവൻ നെയ്യൻ ജെൻസൺ എന്നിവരാണ് പങ്കെടുത്തത്. ശാസ്ത്ര സാങ്കേതിക വിദ്യ, ആനുകാലികം, ഇന്ത്യൻ സംസ്കാരവും ചരിത്രവും എന്നീ വിഷയങ്ങളിലായിരുന്നു മത്സരങ്ങളിൽ ഉണ്ടായിരുന്നത്. ജേതാക്കൾക്ക് സമ്മാനങ്ങൾ നൽകി. കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിലെ പരിശുദ്ധ കൊന്തമാതാവിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും വിശുദ്ധ അന്തോണീസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ കൊടിയേറ്റ് നിർവഹിച്ചു. ഫാദർ വർഗീസ് കുന്നൻ സഹകാർമ്മികനായി. വിശുദ്ധ കുർബാന, ലതീഞ്ഞ്, നൊവേന തുടങ്ങി തിരുക്കർമ്മങ്ങൾ നടന്നു. കൈക്കാരന്മാരായ വർഗീസ് രായപ്പൻ, ലിജോ തേക്കാനത്ത്, രഞ്ജിത്ത് നമ്പാടൻ, ജനറൽ കൺവീനർ ബിജു ആലപ്പാടൻ, ജോയിന്റ് ജനറൽ കൺവീനർ ഗ്ലാൻസൺ പള്ളിത്തറ എന്നിവർ നേതൃത്വം നൽകി. ജനുവരി 24 മുതൽ 27 വരെയാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ ആശീർവദിക്കുകയാണ്. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങനെ സഹായം ലഭിക്കുമാറാകട്ടെ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ വെസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരവും മരണാനന്തര ധനസഹായ വിതരണവും നടത്തി. ഭദ്രം പദ്ധതിയിൽ അംഗമായിരുന്ന ഉദയഭാനുവിന്റെ കുടുംബത്തിന് മരണാനന്തര ധനസഹായമായ 10 ലക്ഷത്തിന്റെ ചെക്ക് സഹോദരൻ പ്രഭുദാസിന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മഞ്ഞളി കൈമാറി. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ഇ വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജോയിന്റ് സെക്രട്ടറി പ്രീബനൻ ചുണ്ടേലപ്പറമ്പിലിനെയും ഇന്ദിരാഗാന്ധി വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ധർമ്മദാസിനെയും ചടങ്ങിൽ ആദരിച്ചു. സജിത് രാമൻ പൂന്തുരുത്തി, ട്രഷറർ തോമസ് മഞ്ഞളി, രക്ഷാധികാരി വി എം പൗലോസ്, ആൻഡോ കട്ട്ളപ്പിടിക, വനിതാ വിംഗ് പ്രസിഡന്റ് സത്യ എന്നിവർ നേതൃത്വം നൽകി. ഒരു അധികാര നേതൃത്വം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസകരമായ ഒരു കാര്യമാണ്. അതിന്റെ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഐക്യകണ്ഠേന തീരുമാനമെടുത്തത്. വ്യാപാരികളായിട്ടുള്ള ആളുകൾ വ്യാപാരത്തിനോടൊപ്പം പൊതുപ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അവരെ പൂർണ്ണമായും വിജയിപ്പിച്ച് രംഗത്ത് വരേണ്ടത് ഓരോ വ്യാപാരികളുടെയും കർത്തവ്യമാണെന്ന നിലപാട് സ്വീകരിച്ചതിലുള്ള സന്തോഷവും ഞാൻ അറിയുകയാണ്. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ 171ാമത് സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ഞായറാഴ്ച കൊടകര GLP സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു. രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ്. വാർത്താ സമ്മേളനത്തിൽ പി രാധാകൃഷ്ണൻ, കെ സഞ്ജീവ് മേനോൻ, അനിൽ വടക്കെടത്ത് എന്നിവർ പങ്കെടുത്തു. 171ാമത്തെ നേത്ര പരിശോധന ക്യാമ്പാണ് ഈ വരുന്ന ഞായറാഴ്ച. സൗജന്യമായിട്ടുള്ള പരിശോധനയും ശസ്ത്രക്രിയയും. അത് കഴിഞ്ഞ് അത് പിക്കപ്പ് ചെയ്യുന്നത് ഈ രോഗികൾ നേരിട്ട് അഹല്യയിലേക്ക് നേരിട്ട് പോകുന്നു. ഈ വിവരം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ എഫർട്സിനും നന്ദി പറയുകയും ചെയ്യും. തൃക്കൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപീടിക അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ സന്ദീപ് കണിയത്ത്, സൈമൺ നമ്പാടൻ, ജിഷ ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. മെഡിക്കൽ ക്യാമ്പിലൂടെയാണ് നിങ്ങളെല്ലാവരെയും സെലക്ട് ചെയ്തത്.
പലർക്കും പല ഉപകരണങ്ങളാണ് വേണ്ടത്. ചിലപ്പോൾ ചെവി കേൾക്കാത്തവരായിരിക്കാം, അവർക്ക് വാക്ക് കൊടുക്കാറുണ്ടോ ഇല്ലല്ലോ, അതിനൊക്കെ ഉപകരണം നമുക്ക് കൊടുക്കണം. ഇയറേഡ് കൊടുക്കണം. അതുപോലെ നടക്കാൻ വയ്യാത്തവർക്ക് അതിൻ്റെതായ കാര്യങ്ങൾ, അതുപോലെ പാദരക്ഷകൾ, അങ്ങനെ എല്ലാം നമ്മൾ മെഡിക്കൽ ക്യാമ്പിലൂടെയാണ് സെലക്ട് ചെയ്ത് നമുക്ക് പദ്ധതി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിനിടയിൽ ഇലക്ഷൻ വന്നതുകൊണ്ടാണ് ഇത്തിരി താമസം വന്നത്. എനിക്ക് കുറച്ച് മുമ്പേ തന്നെ നമുക്ക് തരാമായിരുന്നു. ഇലക്ഷൻ വന്നപ്പോൾ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. എന്തായാലും നിങ്ങളെല്ലാവരും, കാരണം നേരത്തെ സഞ്ജീവ് പറഞ്ഞ പോലെ തന്നെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അവരെ കൂടെ വന്നിട്ടുള്ള അവരെ ബന്ധുക്കള്, അതുപോലെ തന്നെ ഇന്ന് ഈ പരിപാടി നിങ്ങൾക്കറിയാം, തൃക്കൂർ പഞ്ചായത്തിൽ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കുറെ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നെ മാർച്ച് മാസം വരെയാണ് നമ്മൾ പദ്ധതികൾ ഉണ്ടായിരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഈ സമൂഹത്തിലുള്ള ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടില്ല. കാരണം എന്താണെങ്കിൽ വലിയൊരു ക്യാമ്പ് പഞ്ചായത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലുള്ള എല്ലാവരെയും പിടിച്ച് വലിയൊരു ക്യാമ്പ് നടത്തിയിട്ട് ഡോക്ടർമാർ പരിശോധന നടത്തിയിട്ട് അവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, അങ്ങനെയാണ് ഒരാളെ പരിശോധിക്കുമ്പോൾ അവർക്ക് എന്താണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കിയാൽ തന്നെയാണ് അവർക്ക് ഉപകാരപ്പെടുള്ളൂ. സന്തോഷകരമായ, ഞങ്ങൾക്കറിയാം മാനസിക ഉണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന ആ സന്തോഷം, അത് തന്നെയാണ് ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ. ഞങ്ങളെ കൊടുത്ത ആൾക്കാരെ ഞങ്ങൾ ഒട്ടേറെ കുടുംബങ്ങൾ ഞങ്ങൾ ഭരണ സംവിധാനത്തിലേക്ക് ആദ്യമായി നൽകുന്ന ഒരു ചടങ്ങായിട്ട് നൽകുന്ന സംവിധാനമാണത്. ഇവിടെ എത്തിച്ചറിയാം, ആരും ഈ ഭൂമിയിൽ ഒരാളിപ്പോലെ ആകാതെ. തൃക്കൂർ പഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതിയായ മെൻസ്ട്രൽ കപ്പിന്റെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് നിർവഹിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ പദ്ധതിയായ മെൻസ്ട്രൽ കപ്പിന്റെ വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പോൾസൺ തെക്കുംപേടിക അധ്യക്ഷനായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സംഗീത ദിവാകരൻ, ജിഷ ഡേവീസ്, സന്ദീപ് കണിയത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, ഗ്ലാൻസൺ, ഐസൻ ഐസക്, ശാന്തി മണികണ്ഠൻ, രമണി ചന്ദ്രൻ, പ്രിബനൻ ചുണ്ടേലപ്പറമ്പിൽ, ജോജു ചാഴൂക്കാരൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുമിഷ എന്നിവർ സന്നിഹിതരായി. നമ്മൾ ഇനിയും കുറെ പേർക്ക് കൂടി നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ക്ലാസ് ചിലർക്കൊക്കെ ഉപയോഗിച്ച് ശീലമുള്ളവരായിരിക്കാം, അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം വരാത്തത്, അറിയില്ല എന്താണെന്ന്. ചിലപ്പോൾ ജോലിക്ക് പോകുന്നവരായിരിക്കാം. ഇപ്പൊ നമ്മളാരും വീട്ടിൽ സ്ഥിരമിരിക്കുന്നവരല്ലല്ലോ അല്ലേ. ആദ്യമൊക്കെ നമ്മൾ എന്തായിരുന്നു, നമ്മുടെ അടുക്കളയുടെ 4 ചുവരിനുള്ളിൽ വട്ടം തിരിയുന്നൊരു അവസ്ഥയായിരുന്നു. ഇപ്പൊ അങ്ങനെയാണോ? എല്ലാവരും ചെറിയ ചെറിയ ജോലിക്ക് പോകുന്നുണ്ട്. അത് ഈ വീട്ടിലിരുന്ന് ചെയ്യുന്ന വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്തു പോരുന്നതാണ്. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പലർക്കും ഉണ്ടാവാം. അപ്പൊ എന്നാലും നമ്മൾ ഇങ്ങനെയുള്ള സമയത്ത് ഒത്തിരി സമയം കണ്ടെത്തി ഇതിനു വേണ്ടി വരാൻ തയ്യാറാവണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് മാത്രമല്ല, ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മൾ വിളിക്കും, പഞ്ചായത്ത് വിളിക്കും. അപ്പോൾ നിങ്ങൾ വരണം കേട്ടോ, കുറച്ച് സമയം മാറ്റിവെച്ചതിന് വേണ്ടി വരിക. കാരണം വനിതകളുടേതായ ഒരുപാട് പ്രൊജക്റ്റുകൾ നമുക്ക് വെക്കേണ്ടതുണ്ട്. നിങ്ങളുടെയൊക്കെ നിർദ്ദേശങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ പ്രൊജക്റ്റും ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ സാമ്പത്തിക വർഷം നമ്മൾ വിഭാവനം ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങളുടെ അഭിപ്രായവും വിലപ്പെട്ടതാണ്, മനസ്സിലായോ? അപ്പോൾ നേരത്തെ വൈസ് പ്രസിഡന്റ് പോൾസായിട്ട് പറഞ്ഞ പോലെ ഇപ്പോൾ ലേഡീസ് യൂത്താണ് അല്ലേ, മൊത്തം എവിടെ നോക്കിയാലും ലേഡീസാണ്. പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ കാര്യം പറഞ്ഞു. അതുപോലെ തലപ്പത്തിരിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ, ഒരുപാട് ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പൊ നമ്മളെ ആരും വില കുറച്ച് കാണുന്നില്ല. ഉണ്ടോ? കണ്ടിരുന്ന സമയമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ നമ്മൾ കൂട്ടാക്കില്ല അല്ലേ. പുതുക്കാട് തെക്കേത്തുറവ് ശ്രീ പള്ളത്ത് മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ 3008 എള്ളുതിരി സമർപ്പണം നടത്തി. ക്ഷേത്രം തന്ത്രി അമ്പഴപ്പള്ളി ശ്രീകുമാർ ഭട്ടത്തിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി നടുവം നാരായണൻ, നടുവം ഹരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. എള്ളുതിരി സമർപ്പണത്തിനു ശേഷം കല്ലൂർ പുതുമന മുരളി ഇളയതും സംഘവും അവതരിപ്പിച്ച ദാഹം വച്ചുപാട്ടും തുടർന്ന് അന്നദാനവും നടത്തി. ഇനി കാണാം ഇൻഫോടോക്ക്. നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ബെറി പഴമാണ് റാസ്ബെറി. റാസ്ബെറിയുടെ ആരോഗ്യ ഗുണങ്ങൾ നോക്കാം. ആന്റി ഓക്സിഡന്റുകളും മറ്റും ധാരാളം അടങ്ങിയ റാസ്ബെറി കഴിക്കുന്നത് ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ സഹായിക്കും.
ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും അതുവഴി ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും ഇവ സഹായിക്കും. അതുപോലെ ക്യാൻസർ സാധ്യതകളെ തടയാനും ഇവ സഹായിക്കും. വിറ്റാമിൻ സി ധാരാളം അടങ്ങിയതാണ് റാസ്ബെറി. അതിനാൽ ഇവ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. ചർമ്മത്തിലെ ചുളിവുകളെ തടയാനും കൊളോജിൻ ഉൽപാദനം വർദ്ധിപ്പിക്കാനും ഇവ ഗുണം ചെയ്യും. വിറ്റാമിൻ കെ അടങ്ങിയ റാസ്ബെറി രക്തം കട്ടപിടിക്കാനും സഹായിക്കും. ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ള റാസ്ബെറി കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും. മലബന്ധം തടയാനും വയറിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും റാസ്ബെറി ഡയറ്റിൽ ഉൾപ്പെടുത്താം. കലോറി കുറവും ഫൈബർ ധാരാളം അടങ്ങിയതുമായ റാസ്ബെറി ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ശരീരഭാരം നിയന്ത്രിക്കാനും സഹായിക്കും. ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ഇവ കഴിക്കുന്നത് പെട്ടെന്ന് വയർ നിറയാൻ സഹായിക്കും. അതുവഴി വണ്ണം കുറയ്ക്കാം. പൊതുവെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞ ഒരു പഴം കൂടിയാണ് റാസ്ബെറി. ഫൈബറും അടങ്ങിയിട്ടുള്ളതിനാൽ ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. അതിനാൽ പ്രമേഹ രോഗികൾക്ക് ധൈര്യമായി ഇവ കഴിക്കാം. തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും റാസ്ബെറി സഹായിക്കും. ആന്റി ഓക്സിഡന്റുകളും മറ്റും ധാരാളം അടങ്ങിയ റാസ്ബെറി കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. ആരോഗ്യ വിദഗ്ധന്റെയോ ന്യൂട്രീഷ്യൻസിന്റെയോ ഉപദേശം തേടിയ ശേഷം മാത്രം ആഹാരക്രമത്തിൽ മാറ്റം വരുത്തുക. ഇനി നോക്കാം കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 33 ഡിഗ്രി സെൽഷ്യസ് ആണ്. കുറഞ്ഞ ചൂട് 22 ഡിഗ്രി സെൽഷ്യസും. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടത്തുന്ന ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിൽ 2025-26 അധ്യയന വർഷം അളഗപ്പ നഗർ APHSSൽ നിന്നും 1ാം വർഷം ഹയർ സെക്കൻഡറി തുല്യതാ പഠനം അനുവദിച്ചതായി ജില്ലാ സാക്ഷരതാ മിഷൻ ഡയറക്ടർ അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,145 രൂപ, പവന് 1,05,160 രൂപ. കാവലൂർ കിണർ മാടമ്പി ജോസ് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച വൈകിട്ട് 5-ന് കലൂർ കിഴക്ക് സെന്റ് റാഫേൽസ് പള്ളിയിൽ. ആലിസാണ് ഭാര്യ. ലിജി, ലിൻസി, ലാജി എന്നിവർ മക്കളും. സന്തോഷ്, ജസ്റ്റിൻ, രഞ്ജിത്ത് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലപ്പിള്ളി കുണ്ടായി ചക്കിപ്പറമ്പിൽ കാട്ടാനകൾ വൈദ്യുതി ലൈനുകൾ നശിപ്പിച്ചു. മേഖലയിൽ വൈദ്യുതി മുടങ്ങി. മാളയിൽ ബൈക്ക് മരത്തിലിടിച്ച് 2 യുവാക്കൾ മരിച്ചു. മരിച്ചത് ചാലക്കുടി സ്വദേശികൾ. നടത്തറയിൽ ലോറിയിൽ പടക്കം പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായ സംഭവത്തിൽ 5 പേർ അറസ്റ്റിൽ. മനക്കുളങ്ങര ലയൺസ് ക്ലബിന്റെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.